We are glad that the people from England, especially originally from India, when they come here and join to our tours. I hope we will see you soon again. Thank you. നമ്മൾ മോണ്ടിനീഗ്രോയിൽ പോയ സമയത്തെ അവിടുത്തെ കോട്ടൂരിൽ ഒരു മറൈൻ ബോട്ട് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗൈഡാണ് ഇപ്പൊ സംസാരിച്ചത്. ബോട്ട് റൈഡ് ടോട്ടൽ 3 മണിക്കൂറായിരുന്നു. അപ്പൊ കയറുന്നതിന് മുമ്പ് കോട്ടൂർ ഓൾഡ് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി അവിടുന്ന് ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ മോണ്ടിനീഗ്രോ ട്രിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസും ഈ ബോട്ട് റൈഡ് തന്നെയായിരുന്നു. ഞങ്ങൾ ഈ റൈഡ് പോകുന്നതിന് മുമ്പ് തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബുക്ക് ചെയ്യാതെ പോയാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട്. സ്പോട്ടിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് കയറാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ കയറിയ ബോട്ടിൽ ഞങ്ങളെയും കൂടെ കൂട്ടി ഒരു 8-10 പേരോളം ഉണ്ടായിരുന്നു. ബോട്ടിൽ പോയിട്ട് കുറെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കയറുന്നത് ഒരു സബ്മറൈൻ ടണലിലേക്കാണ്. ബോട്ടിൽ നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളി ഓരോ സ്പോട്ടിൽ എത്തുമ്പോഴും അവിടുത്തെ ഹിസ്റ്ററി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. സബ്മറൈൻ ടണലിൽ നിന്ന് ഇറങ്ങി വീണ്ടും കുറച്ച് റൈഡ് ചെയ്ത് നമ്മൾ പോയത് ഈ ബ്ലൂ കേവിലേക്കാണ്. ഇവിടുത്തെ വെള്ളം കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ ബ്ലൂ കളറിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് വെയിലും കൂടെ അടിക്കുമ്പോഴുള്ള റിഫ്ലക്ഷൻ ഭയങ്കര ഭംഗിയാ കാണാൻ. ബ്ലൂ കേവിലെത്തിയ ഇവിടെ ബോട്ട് കുറെ നേരം നിർത്തി തരും. നീന്താൻ അറിയുന്നവർക്ക് ഇവിടെ ചാടി നീന്താം, അറിയാത്തവർക്ക് എന്നെ പോലെ അത് കണ്ടിരിക്കാം. പിന്നെ അവിടുന്ന് ബോട്ട് വീണ്ടും മൂവ് ചെയ്തു. ഇപ്പൊ ഈ സൈഡിൽ കാണുന്നത് ലേഡി ഓഫ് റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് സ്പോട്ടാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഗൈഡ് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ഞാൻ എന്തായിരുന്നു എന്ന് ഓർക്കുന്നില്ല. കുറെ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബോട്ട് കൊണ്ടുപോയി ഒരു കോസ്റ്റൽ വില്ലേജിൽ നിർത്തും. അവിടെ നമുക്ക് ഹാഫ് ആൻ അവർ ടൈം ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഈ സൈഡിലൂടെയുള്ള വാക്കും അവിടെ കുറെ ചർച്ചുകളും ഷോപ്പും ഒക്കെ ആയിട്ട് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഓടി നടന്ന് കാണാൻ മാത്രമേ ആ 30 മിനിറ്റിനകത്ത് സമയമുള്ളായിരുന്നു. അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറന്റ് കയറി ഒരു ജ്യൂസും കൂടെ കുടിച്ച ശേഷം നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ഓടിച്ചിരുന്ന സ്പീഡ് റൈഡർ. ഇനി തിരിച്ചു പോകാനുള്ള സമയമായി. എവിടുന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടിറക്കി.